അമ്മേ, ഞാനൊരു തീരുമാനം എടുത്തിട്ടപ്പ അമ്മയുടെ അടുത്ത് വന്നേക്കണത്. ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോവാ. ജോലി വേണ്ടാന്ന് വെക്കാനോ? നീ എന്താ മോളെ പറയുന്നത്? ഇത്ര നല്ല ജോലി 10,50,000 നിങ്ങൾക്ക് ശമ്പളം ഇല്ലേ? നീ ഇവിടെ എന്ത് ചെയ്യാനാ? നിന്റെ ജോലി കണ്ടിട്ടാണ് നിനക്ക് നല്ല നല്ല ആലോചനകൾ വരുന്നത്. അമ്മ അത്ര ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇപ്പൊ കിട്ടണേന്റെ ഇരട്ടി പൈസ വെറുതെ ഇരുന്ന് നമുക്ക് സമ്പാദിക്കാം. അമ്മ വരൂ, കാര്യം പറഞ്ഞുതരാം. വെറുതെ ഇരുന്ന് സമ്പാദിക്കാനോ? അതെന്ത് ജോലിയാ? ചെന്ന് നോക്കട്ടെ എന്താന്ന്. അമ്മ ഇവിടെ വന്നിരിക്കേ. അമ്മോടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ദിവസവും നമുക്കൊരു 4-5 ഡ്രസ്സ് മാറിയിടാൻ കിട്ടിയാലോ? നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കാൻ പറ്റിയ എങ്ങനെ ഉണ്ടാവും? പിന്നെ നമുക്ക് ഉണ്ടാക്കുന്ന പൈസക്ക് മുഴുവൻ നമ്മൾ സ്വർണവും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങണ കാര്യം ഒന്ന് അമ്മ ആലോചിച്ച് നോക്കൂ. അതെന്ത് ജോലിയാ മോളെ? അമ്മയ്ക്കും ചെയ്യാൻ പറ്റുമോ? പിന്നെ നല്ല നല്ല ഡ്രസ്സ്, മേക്കപ്പ് സാധനം, ഇഷ്ടംപോലെ സ്വർണം. അയ്യോ, എന്നാ പിന്നെ അമ്മയ്ക്ക് വലിയ നെക്ലസ്, കൈ നിറയെ നിറയെ വള, വലിയ ഈ ചെറിയ ചെയിൻ ആർക്ക് വേണം? വലിയ ചെയിന്. അത് നമുക്കിപ്പോ തന്നെ തുടങ്ങിയാലോ മോളെ? അതെന്താ ജോലി ആദ്യം പറയും. അമ്മേ, അമ്മക്ക് ഇവരെ അറിയോ? നോക്കി നോക്കൂ. ഇവരാണ് ഇപ്പൊ യൂട്യൂബിൽ ഫുള്ള്. അയ്യോ, ഇത് അമ്മയും മക്കളല്ലേ നമ്മുടെ? ഞാൻ കാണലുണ്ട് മോളെ, ഇവരുടെ എല്ലാ വീഡിയോയും കാണുന്നുണ്ട്. ഇവർക്ക് പൈസ കിട്ടുന്നുണ്ടാവും? എനിക്കൊരു ഭയങ്കര ഇഷ്ടമാട്ടോ ഈ വനജമ്മനെയൊക്കെ. അടിപൊളിയല്ലേ അവര്? ഓ, കണ്ടോ ഇത്? കണ്ടോ കണ്ടോ ഒരു കുട്ടിയൊക്കെ വന്നിട്ട് ഇപ്പൊ അഭിനയിക്കുന്നത്? ഭയങ്കര ഇഷ്ടം എനിക്ക്. ഞാൻ കാണലുണ്ട് കേട്ടോ. ആ അതന്നെ. ഇനിയിപ്പോ അടുത്ത വീഡിയോക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഈ ജോലി നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആ അമ്മേ, നമുക്കും ഇതുപോലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. വെറുതെ ഇരുന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ കഥ എടുത്തിട്ട് ഒരു വീഡിയോ ഇട്ടാ പോരെ? അത് മാത്രല്ല, നമ്മൾ ഉണ്ണണതും ഉറങ്ങണതും യാത്ര പോണതും ഒക്കെ കാണിച്ചാൽ മതി. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെ എന്തൊക്കെയാന്ന് അറിയാനാണ് ഇന്നത്തെ ആൾക്കാർക്കൊക്കെ ഇഷ്ടം. ആണോ? അന്ന് ഈ വനജമ്മന്റെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മോളെ. പക്ഷെ അവര് പറയുന്നില്ല. 2, 3, 4 ചാനൽ തുടങ്ങും, എന്നിട്ട് എന്തെങ്കിലും ഇത്തിരി പറയും. അങ്ങനെ അവര് ചാനൽ വേറെ പറയും, ഇവര് ചാനൽ. നമുക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല മോളെ. ഇത് എന്താന്ന് എനിക്ക് അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. അപ്പൊ നമ്മൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ ജനങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ? ആ അമ്മേ, ഈ വനജാമ്മയുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രല്ല, എല്ലാ യൂട്യൂബേഴ്സിന്റെയും കാര്യങ്ങളെ അറിയാനായിട്ട് എല്ലാ പ്രേക്ഷകർക്കും വലിയ ഇഷ്ടാ. നമ്മളൊന്ന് തുടങ്ങും, പിന്നെ നമ്മൾ ആരാ? സെലിബ്രിറ്റീസാ. നമ്മളുടെ വെച്ചടി 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 ഉയർച്ചയാവും. നമ്മളെ പിടിച്ചാ കിട്ടാതെയാവും നമ്മള്. പിന്നെ ഉദ്ഘാടനങ്ങളായി, കൊളാബറേഷനായി, ഓരോരോ പരിപാടികൾക്ക് നമ്മളെ ഗസ്റ്റ് ആയിട്ട് വിളിക്കും. പുറത്തൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സെൽഫി എടുക്കട്ടെ, ഒരു സെൽഫി എടുക്കട്ടെ എന്ന് ചോദിച്ച് നമ്മുടെ അടുത്തേക്കും ആൾക്കാർ വരും. ഓ, അപ്പൊ നമ്മൾ പുറത്തിറങ്ങുമ്പോ ആൾക്കാർ നമ്മളിലേക്ക് ഒന്ന് ഫോട്ടോ എടുക്കും. മോളെ, അന്നാ ഒട്ടും സമയം കളയണ്ട. എനിക്ക് നിന്റെ അച്ഛന്റെ കുടുംബക്കാരന്റെ മുൻപിൽ ഒന്ന് വിലസണം. എന്നാ നമുക്ക് സമയം കളയണ്ട, ഇപ്പൊ തന്നെ തുടങ്ങാം. ഇപ്പൊ ആ അമ്മേ, എനിക്കറിയാം അമ്മയുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുന്നത്. ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങാൻ പോവാ. നമുക്ക് ഇന്ന് തന്നെ ആദ്യത്തെ വീഡിയോ ഇടണം കേട്ടാ. അമ്മ റെഡി ആയിക്കോളും. എന്നാ പിന്നെ ഞാൻ സാരി എടുത്ത് വരട്ടെ മോളെ. അല്ല, നമ്മൾ എന്ത് വീഡിയോ ഇപ്പൊ ആദ്യം തുടങ്ങുക? അമ്മ ഡ്രസ്സ് ഒന്നും മാറ്റണ്ട, ഇതൊക്കെ തന്നെ മതി. നമ്മൾ ഇനി പൈസയൊക്കെ ആയിട്ട് നമ്മൾ നല്ല നല്ല ഡ്രസ്സുകൾ വാങ്ങിയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ അതുപോലെ പോട്ടെ. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് രമണി, ഇവിടെ പേര് എൻ്റെ മോളാണ് കേട്ടോ. ഇത് ഇവിടെ പേര് ആതിര. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടെ പുതിയൊരു ചാനൽ തുടങ്ങുന്നത് നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് തുടങ്ങുന്നത്. ഇതുവരെ ഇവൾക്കൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു, അമ്മ എനിക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ വയ്യാന്ന്. എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി പൈസ ഉണ്ടാക്കുന്നത്രേ. നമ്മളെന്തിന് ബസ്സിൽ തിരക്കി പിടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യം? അപ്പൊ എന്റെ മോള് പറഞ്ഞു ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാന്ന്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അപ്പൊ ഇന്ന് മുതൽ തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നതാണ്. വള്ളി പുള്ളി തെറ്റാണ്ട് അല്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്കേ. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കണം, സപ്പോർട്ട് ചെയ്യണം. അതന്നെ ഇവിടെ ഉണ്ണുന്നതും ഉറങ്ങുന്നതും പോകുന്നതും വരുന്നതും എല്ലാം പറഞ്ഞു തരും നിങ്ങൾക്ക്. അപ്പോ ഇന്നു മുതലുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ കാണാൻ നിങ്ങള് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അതെ, കാത്തിരിക്കുക. താങ്ക് യു അങ്ങനെ പറഞ്ഞാൽ മതി. നമ്മൾ നല്ലൊരു മുഖത്തിന് തുടങ്ങാൻ പോവാണ്ട വീഡിയോ കാണിച്ചെന്ന് എന്തറിയോ? ഐശ്വര്യമായിട്ട് ചോറ് വെക്കും നമ്മൾ കുക്കറിൽ.
കേട്ടാ കുക്കർ നിറയെ ചോറുണ്ട്, ഗ്യാസ് അടുപ്പൊക്കെ കത്തിച്ചോ. അമ്മ കുക്കർ എവിടുന്ന വാങ്ങിയെന്ന് പറയും. കുക്കർ വാങ്ങിയതോ? കുക്കർ വാങ്ങിയതാ ഓരോരുത്തര് അടവുകാരന്റെ അടുത്ത്. ആഴ്ചക്ക് 100 രൂപ 200 രൂപ 50 രൂപ ഒക്കെ കൊടുത്താൽ മതി. എത്ര പാത്രങ്ങൾ വേണമെങ്കിലും കൊണ്ടുവരുമ്പോളെ ഞാൻ ഇതുപോലത്തെ 3 കുക്കർ വാങ്ങി. വേറെയും കുക്കറുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചേരേ. അരി എവിടുന്ന വാങ്ങിക്കുക? അരിയില്ലേ, അരി സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അത് എന്ത് അരിയാണറിയോ? വില കൂടിയത് പൊന്നിയരി. വില താഴ്ന്നത് പറയണ്ട, അത് കഴിഞ്ഞ് നമുക്ക് മോശമാണ്. നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിരിക്കല്ലേ. പൊന്നിയരി മാത്രമേ കഴിക്കുള്ളൂ. കാരണം വേറെ അരിയൊന്നും ഞങ്ങൾക്ക് അത്രയ്ക്കൊരു താല്പര്യം ഇല്ലാത്ത കാരണമാണ്. അരി വാങ്ങിക്കാനുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാന്ന് പറയും. അരി വാങ്ങിയത് ഞങ്ങള് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്നും എനിക്കറിയില്ല, എന്താ പറയണ്ടേ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം കേട്ടോ അരി വാങ്ങിയത് എവിടെ നിന്നാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ അവിടെ തന്നെ പോയിട്ട് ഒന്ന് വാങ്ങിക്കണേ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ. അമ്മേ കട്ട് ഇത്ര മതി. ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് വീട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ ഒന്നും നോക്കിയില്ല. ആൾക്കാരുടെ മുൻപിൽ പോകണമെങ്കിൽ കുറച്ചും കൂടെ ഇതാവണം. എൻ്റെ മോള് പറഞ്ഞു നല്ലൊരു മോഡേൺ ആകണേ അമ്മയെന്നുള്ളത്. അപ്പൊ ഞാൻ ബ്യൂട്ടീഷ്യനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചെയ്തുകൊണ്ടിരിക്കുക മുടി. ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് പറയോ? സ്ട്രൈറ്റനിങ് ചെയ്യാണ് ആന്റിയുടെ ഹെയർ. ആന്റി എന്നൊന്നും പറയണ്ട കേട്ടോ, ഞാൻ ചേച്ചിന്ന് വിളിച്ചാൽ മതി. ആന്റി വിളിക്കേണ്ട പ്രായമൊന്നും എനിക്ക് ആയിട്ടില്ല. ചേച്ചിയുടെ മുടി സ്ട്രൈറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ ഗൈസ്, സ്ട്രൈറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുൻപില് നന്നായിട്ടൊന്ന് ചെയ്യണം കേട്ടോ. പിന്നെ മുഖത്ത് ഫേഷ്യൽ ചെയ്യണം. പിന്നെ കാലൊന്ന് വൃത്തിയാക്കണം കേട്ടോ. അതിന് സംസാരമൊക്കെ നമ്മുടെ മാറി ഗൈസ്. അപ്പൊ പിന്നെ മോള് പറഞ്ഞു ഇങ്ങനെയൊന്ന് സംസാരിക്കല്ലേ അമ്മേ, കുറച്ചൊരു മോഡേൺ ആയിട്ട് സംസാരിക്കണം എന്ന്. ഇനിയിപ്പോ ട്യൂഷൻ ടീച്ചറെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ടേ. അപ്പൊ അവര് നാളെ തുടങ്ങി അവര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗൈസ്, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. കാരണം എൻ്റെ മോള് ജോലിക്ക് പോകാതിരിക്കുക. അപ്പൊ ഇതിന്ന് കിട്ടിയ പൈസ കൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ, ബ്യൂട്ടീഷ്യന് കൊടുക്കണമെങ്കിൽ. അടക്കം ഇപ്പൊ കടം പറഞ്ഞിട്ട് വിളിച്ചിരിക്കുക. അല്ല മാഡം കടം പറഞ്ഞിട്ടുണ്ടേ, കടമാണേ നാളെ. നമുക്ക് ചാനലിൽ നിന്ന് കിട്ടിയ പൈസ കിട്ടിയിട്ട് കൊണ്ടുവേണം ഇവർക്കത് കൊടുക്കണമെങ്കിൽ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നിങ്ങളുടെ എല്ലാം ഇങ്ങനെ പറയുക, അനുഗ്രഹവും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം. കാരണം നമുക്ക് ഒരുപാട് പൈസക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ മോള് ജോലിക്ക് പോകാത്ത കാരണേ വീടിന്റെ ലോണ് കെട്ടണം, അതോടെ മുടങ്ങി കിടക്കുക. അപ്പൊ എല്ലാം കൂടെ. പിന്നെ മോളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും വലിയ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ബസ്സിനൊന്നും പോകാൻ പറ്റില്ല, കാറ് വേണമെന്ന്. അപ്പൊ ഞങ്ങൾ അതിനെക്കുറിച്ചും കൂടി ഒന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഓരോരോ കാര്യങ്ങളും ഓരോരോ കഥകളും ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഒന്ന് സ്ട്രൈറ്റൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ചേച്ചി അപ്പൊ നിർത്തുകയാണ് കേട്ടോ. അതെന്താ മാഡം? അല്ല, ഇനി ബാക്കി പൈസ തന്ന ശേഷം ബാക്കി ചെയ്യാം. ഇപ്പോഴത്തേക്കുള്ളതായിട്ടുണ്ടേ. ഹലോ, ഇവരെ ഞാൻ മേഡം പറഞ്ഞത് എന്താ അറിയോ, നന്നായിട്ട് മുടിയൊക്കെ അങ്ങ് വൃത്തിയാക്കി തരുന്ന പറഞ്ഞിട്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ഇതിന്നൊരു പാഠം പഠിച്ചു. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കടമാണ്, പൈസ വന്ന ശേഷം തരുള്ളൂ എന്ന്. ഇനി നമ്മൾ എവിടെ പോയാലും കടമാണെന്ന് ആദ്യം പറയരുത്. എന്ത് വാങ്ങുമ്പോഴും എല്ലാ സാധനങ്ങളും വാങ്ങി പാക്ക് ചെയ്ത് ബില്ല് എഴുതിയ ശേഷം പറയണം അത് കടമാണ് കേട്ടോ, ഇനിയിപ്പോ ഇന്ന സമയത്ത് തരാം, അല്ലെങ്കിൽ ശമ്പളം കിട്ടിയിട്ട് തരാന്നുള്ളത്. അപ്പൊ ആദ്യം പറഞ്ഞ ശേഷം നിർത്തി എന്നാ ബ്യൂട്ടീഷ്യൻ പറയുന്നത്. ആണോ? ഓക്കെ, മതിയേ, എന്നാ ശരി. ഒരാളും ഇവരെ വിളിക്കരുത് കേട്ടോ. ഇവരെ ഞാൻ അടുത്ത മാസം മാറ്റും. ഇവർക്ക് ചെറിയൊരു പൈസ കൊടുത്ത് ഇവരിനെ ഡിസ്പെൻസ് ചെയ്യും എൻ്റെ ചാനലിൽ നിന്ന്. ഇന്ന് നല്ല പൈസയൊക്കെ വന്ന് 20,000 30,000 ഒക്കെ കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ മുടിയൊക്കെ ഒന്ന് സ്ട്രൈറ്റൻ ചെയ്തിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരും കേട്ടോ. ഇത് നമുക്ക് അവരെ വിളിക്കണ്ട, ഇത്രേ ചെയ്തു തന്നുള്ളൂ. അമ്മേ, നമ്മളിവിടെ കമന്റ് വന്നിട്ടുണ്ട് ഹോം ടൂർ ചെയ്യാൻ. ഇന്ന് നമുക്കെന്നാ അത് ചെയ്താലോ? ഹോം ടൂർ ചെയ്യാനാ? പിന്നെന്താ, നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞ എന്തായാലും നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കും. എന്നാ വാ തുടങ്ങുക. എന്നാ ഇപ്പൊ തന്നെ തുടങ്ങാം, വാ. പിന്നെ ഞങ്ങളുടെ വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ പൈപ്പ്. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം ഐശ്വര്യമായിട്ട്. വെള്ളം എന്തിനും വെള്ളം വേണമല്ലോ, വെള്ളമില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ മഴ പെയ്യുമ്പോൾ നമ്മളെ പുറയിൽ വെള്ളമൊക്കെ ഇതിൽ കൂടിയാണ് കേട്ടോ പോവുക ഗൈസ്. അതാണ്. പിന്നെന്താ പറയാ, ഇത് പിന്നെ അതാണ് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും, കറണ്ടിൻ്റെ. പിന്നെ ഇത്
മുരിങ്ങ മരമാണ് കേട്ടോ, കണ്ടോ? നല്ല മരത്തിൽ ഇഷ്ടം പോലെ മുരിങ്ങ വന്നതായിരുന്നു. ഇപ്പൊ അതെല്ലാം പോയി. പിന്നെന്താ, അതെന്താ അറിയോ ഗായ്സ്, നമ്മൾ പുറത്തല്ലായിരുന്നു ആദ്യം. ആ പുറത്തുനിന്ന് തുടങ്ങി കേതാ ചെയ്തിട്ട് അകത്ത് കാണിച്ചു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ തെങ്ങാണ് കേട്ടോ, കണ്ടോ? നല്ല ഗ്രീൻ കളർ തേങ്ങയാ, വെറൈറ്റി കളറാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങൾക്കും. പിന്നെന്താ പറയാ, ഇത് അലക്കുന്ന കല്ല്. അല്ല ആരും അലക്കലില്ല, കമ്മീഷനില്ല, ആർക്കും ദേഹം ഉറങ്ങി പണിയെടുക്കാൻ വയ്യ, അത് തന്നെയാണ് കാരണം. പിന്നെ ഇത് നമ്മുടെ കിണറാണ്. പിന്നെ ഗായ്സ്, ഇതാണ് കേട്ടോ നമ്മുടെ വീട്. നിങ്ങൾ വിചാരിക്കും വാടക വീടാണ്. വാടക വീടല്ല, നമ്മൾ നല്ലോണം പൈസ കൊടുത്ത് വാങ്ങിച്ച വീടാണ്. പക്ഷെ ലോണാണ് കേട്ടോ. അതിന് പറയാൻ കൂടി കാരണം എന്താ അറിയോ, നമുക്ക് ഇതിന്ന് കിട്ടിയ പൈസ കൊടുത്തിട്ട് വേണം ലോൺ വീട്ടിലെങ്കിൽ. കാറ് പിന്നെ കാറ് അതെന്താ അറിയോ, ഞങ്ങളിപ്പോ തീരെ നടന്നു പോക്കില്ല, ആവുന്നില്ല നടക്കാനൊക്കെ. ഇപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ തുടങ്ങിയപ്പോഴേ എല്ലാവർക്കും നമ്മളെ ഭയങ്കര കാര്യമായി. അപ്പൊ ഞങ്ങളൊരു കാറ് വാങ്ങിച്ചതാ പോകാനും വരാനൊക്കെ. നമുക്ക് അടുത്തത് പോവാ. പക്ഷെ ഇതിൽ ഡ്രൈവർ മോളാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ രണ്ടാളും ഫ്രണ്ടിലിരിക്കും. ഇവരുടെ അച്ഛൻ ഞങ്ങൾ ബാക്കിലെടുത്ത്, കാരണം ഞങ്ങളല്ലേ വീട് ചെയ്യണം, അപ്പൊ ഞങ്ങളല്ലേ ഫ്രണ്ടിലിരിക്കേണ്ടത്. അല്ലമ്മേ, ഇത് നമ്മുടെ കാറാന്ന് പറഞ്ഞിട്ടേ രമേശ് ചേട്ടൻ വീഡിയോ കാണുമ്പോ രമേശ് ചേട്ടന്റെ കാറാന്ന് പറഞ്ഞു കമന്റ് ചെയ്ത് എന്താ ചെയ്യാ? നമ്മളെ കുറിച്ചല്ലേ ആൾക്കാർ മോശം വിചാരിക്കുക? എന്തിന്? ഞാനിപ്പോ തന്നെ രമേശിനോട് വിളിച്ചു പറയില്ലേ, രമേശ നീ ഞങ്ങളുടെ മുറ്റത്തെ കാർ കൊണ്ടിട്ടിരിക്കണം. അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു, എനിക്കും എന്റെ മോൾക്കും പോകാനും വരാനും ഞങ്ങൾ കാറ് വാങ്ങിച്ചതാണെന്ന്. നീ ഇനി മറ്റേ മെസ്സേജോ കമന്റ് ബോക്സിലോ നിന്റെ കാറാണെന്ന് പറഞ്ഞു പോകരുതേ. പിന്നെ ഇതുണ്ടല്ലോ, ഇത് ഞാൻ ഓട്ടുന്ന വണ്ടിയാണ് കേട്ടോ, അത് കാരണം ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ മോൾക്ക് കാറ്, അവരുടെ അച്ഛൻ്റെ ബൈക്ക്, അതൊക്കെ കണ്ടല്ലോ. ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ മെയിൻ മുറ്റത്ത് കിടക്കുന്ന സാധനം. കാരണം എന്താ, ഇതെല്ലാം മുറ്റം എന്ന് പറയുമ്പോൾ മുറ്റം അടിക്കാണ്ട് കഴിഞ്ഞു. അതാണ് നമ്മുടെ ഐഡിയ. മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സൈഡിലില്ല, നടുക്കെണ്ണ ഇടും, മുറ്റം അടിക്കണ്ടാലോ. പിന്നെ ഗൈസ്, ഇത് നമ്മുടെ പൂജാമുറി. ഇത് നമ്മുടെ വലിയ TV ആണ് കേട്ടോ. നമ്മൾക്ക് ചെറിയ TV കാണുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ വലിയ ചെറിയ TV ഉണ്ട്, അത് അപ്പുറത്ത് കൊണ്ടിട്ട് ആർക്ക് വേണം ഇന്നത്തെ കാലത്ത്. നമ്മൾ വലിയ TV കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കർട്ടനാണ്, നമ്മുടെ മേശ. പിന്നെ ഇത് ഞങ്ങളുടെ സോഫ. കണ്ടോ, ആരെങ്കിലും ഞങ്ങൾ ഇതിലാണ് ഇരിക്കുന്നത്. എല്ലാവരും ഇതിലിങ്ങനെ, എല്ലാവരും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സോഫയിൽ വന്ന് എല്ലാവരും ഇരിക്കും കേട്ടോ. അതാണ് നമ്മുടെ അവിടെ എപ്പോഴും അങ്ങനെയാണ്. പിന്നെ അത് കിച്ചൺ, ഇത് വേറെ റൂം. പിന്നെ ഫ്രിഡ്ജൊക്കെ ഉണ്ട് നമ്മൾക്ക്. അപ്പൊ നമ്മുടെ താഴത്തെ റൂമുകളും ഇതൊക്കെ കണ്ടല്ലോ. ഇനി മേലേക്ക് കയറാം ഗായ്സ്. ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മളിവിടെ കിടക്കുന്നത്. തുണികളൊക്കെ ഇല്ലേ, ഞാൻ തുണികൾ എവിടെ ഉണങ്ങാനുള്ള സ്ഥലം കാണിച്ചു തരാം. ഒന്ന് പുറത്തേക്ക് വന്നേ. ഇവിടെയാണ് നമ്മൾ തുണികളൊക്കെ ഉണങ്ങാനിടുന്നത് കേട്ടോ. 2-3 അയിലൊക്കെ കെട്ടി തുണികളൊക്കെ ഇവിടെ വൃത്തിക്ക് അങ്ങ് ഉണങ്ങാനിടുക. അതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ ചെയ്യുന്നത്, ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ കൊണ്ട് കൂട്ടി വെക്കും. എന്താ പറയുക ഗായ്സ്, മടക്കി വെക്കില്ല. മടക്കി വെച്ചാൽ പിന്നെ നിവർത്തിയിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ വെക്കും. ഇത് കർട്ടൻ. പിന്നെ അതൊരു ബെഡ്റൂമാണ് കേട്ടോ. നിങ്ങൾ ബെഡ്റൂമിന്റെ ഉള്ളിൽ കാണിച്ചു തരണമെന്നില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടാൽ മതി. നിങ്ങൾ ഇവിടെ സൈഡോട് കണ്ടോളെ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. അപ്പൊ പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, റൂമും കാര്യങ്ങളൊക്കെ. പിന്നെ മെയിൻ നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ. നിങ്ങൾ വിചാരിക്കും അത് ലോക്കറിൽ കൊണ്ടുവയ്ക്കും അല്ലെങ്കിൽ അലമാരയിൽ കൊണ്ടുവയ്ക്കും. വിലപിടിപ്പുള്ള സാധനങ്ങൾ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഗോൾഡൊക്കെ നമ്മൾ വെക്കുന്ന സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ഈ കാർട്ടിൻ്റെ അടിയിൽ വെക്കും. കള്ളന്മാർ വന്ന് അവിടെ കാണില്ലല്ലോ. കുറച്ച് ചാക്കിനുള്ളിലുണ്ട്. അതൊക്കെ എടുത്ത് കാണിച്ചു തരാൻ മടിയായിട്ടാണ് ഗായ്സ്, വേറെ ഒന്നും വിചാരിക്കരുതേ. കുറച്ച് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് നമ്മൾ തുണി ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് മൂടി വെക്കും. അതവിടെ ഭദ്രമായിരിക്കും. കള്ളന്മാരെ വന്ന് നോക്കും, അലമാര അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ താക്കോലുണ്ടാ നോക്കും. അവിടെ ആരും സ്വർണം വെക്കരുത്. നിങ്ങൾ എവിടെ പോകുകയാണെങ്കിലും ഈ ഞാൻ കാണിച്ചു തരും പോലെ, രമണി ചേച്ചി കാണിച്ചു തരുന്ന പോലെ തുണികളുടെ അടിയിൽ കുറച്ച് വെക്കുക, കുറച്ച് കർട്ടിൻ്റെ അടിയിൽ വെക്കുക, കുറച്ചൊരു ചാക്കിൽ ഇട്ട് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇപ്പൊ കള്ളന്മാര് വന്നാലോ, ലോക്കർ തുറക്കും, അലമാര തുറക്കും, അല്ലെ കട്ടിലടിയിൽ താക്കോൽ നോക്കും. അയ്യോ ഇവിടെ ഒന്നുമില്ല, ദാരിദ്ര്യം പിടിച്ച വീട് പറഞ്ഞ് മിണ്ടാതെ അങ്ങ് തിരിച്ചു പോകും. ഇതുണ്ടോ ആർക്കെങ്കിലും അറിയുന്നതിനുള്ളിൽ വെച്ചത്? ഇല്ല. അതാണ് രമണി അമ്മന്റെ ഐഡിയ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾക്ക് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് നമുക്കൊരു 7,000 രൂപ കിട്ടിയിട്ടോ. അപ്പൊ ഞങ്ങൾ ടൂറ് പോയിട്ട് വന്നു.
എവിടെ അറിയോ? വയനാട്. എന്താട്ടാ വലിയ ട്രോളി നിറച്ച് തുണിയൊക്കെ കൊണ്ടുപോയി 2 ദിവസമായിട്ടാ പോയിട്ട്. അപ്പൊ നമ്മൾക്ക് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാം എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാട്ടോ. അതെ, കുറെ എടുത്തിട്ടുണ്ട്. വയനാടിന് ചൂരും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വാതിലൊക്കെ തുറന്ന് നമ്മളൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയ ശേഷം നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു കൊടുക്കണം അല്ലേ മോളെ? അതെ അതെ, പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ. കേട്ടോ, വാ മോളെ. അടുത്ത ട്രിപ്പ് അമ്മേ നമുക്ക് കേരളത്തിന് പുറത്ത് തന്നെ പോണട്ടാ. പൈസ കൊറേ വേണ്ട വരില്ലേ? നമ്മൾ ഇനി ഇഷ്ടം പോലെ വീഡിയോസ് ഇടണം. നമ്മുടെ പ്രേക്ഷകരോട് പറയണം അത് നമുക്ക് അല്ലേ? കൊറേ ഞങ്ങളുടെ എല്ലാവരും കാണണം. ഞാൻ അന്നേ പറഞ്ഞില്ലേ ജോലിക്ക് പോവാണെങ്കിൽ ഇതുവല്ലതും നടക്കുമല്ലോ. ഇല്ല, നടക്കില്ലേ. ഇപ്പൊ 1 മാസം പണിയെടുത്ത് 7,000 രൂപ കിട്ടിയില്ലേ? ജോലിക്ക് എത്ര കിട്ടുക? ജോലിക്ക് 50,000 കിട്ടില്ലേ? നമ്മൾ എന്ത് പോട്ടെ. പക്ഷെ അമ്മയെ ലീവ് കിട്ടുവോ? ലീവ് കിട്ടില്ല, സുഖിക്കാൻ ഇല്ല പറ്റില്ല. ഇല്ല ഇല്ല. അതൊരു കാര്യം മോളെ, അതൊരു കാര്യം. ബാ, ഇനിയിപ്പോ ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം അടുത്ത വീഡിയോ തുടങ്ങണമെങ്കിൽ. നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കും. മോളെ, ഇതെന്താ വാതിൽ തുറന്നു കിടക്കുന്ന? ആര് തുറന്ന്? തുണിയൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നല്ലോ. ഗോൾഡ് എവിടെ? ഇതാ കാറ്റല്ലേ? ഇത് മാത്രം ഇവിടെ ഇരിക്കുന്നു മോളെ. അയ്യോടാ, ചാക്ക്. ഇതാ ചാക്കിനുള്ളിൽ വെച്ചത്. റൂമിന്റെ വാതിൽ തുറന്നിട്ടിരിക്കണോ? റൂമിലൊന്നും വെച്ചിട്ടില്ല. അതുപോലത്തെ കള്ളന്മാര് പൊട്ടന്മാരായിട്ടുണ്ടാവും. മോളെ, മോളെ എങ്ങോട്ട് വാ. ഗോൾഡ് ഒക്കെ എവിടെ? ഇത് തുണിയൊക്കെ വാരി വലിച്ചിരിക്കുന്നു. ഗോൾഡ് ഒന്നും കാണുന്നില്ല. നോക്ക്. ഹലോ ഗായ്സ്, എന്റെ അമ്മതേ മോളിന്ന് എന്തൊക്കെയോ വെച്ചുണ്ടാക്കി വിളിച്ചു പോകുന്നുണ്ട്. എന്നെ പ്രാങ്ക് ചെയ്യാനുള്ള പരിപാടിയും. എന്തായാലും നമുക്കത് പോയി നോക്കാം. എന്താമ്മേ, എന്താ വിളിച്ചു പോകുന്നത്? നമ്മുടെ ഗോൾഡ് കാണുന്നില്ല അതിനുള്ളിൽ വെച്ചത്. ഇവിടുന്ന് ആ മുടിയിലേറ്റ സാധനം മാത്രമുണ്ട്. ചാക്കും എല്ലാം വലിച്ചിട്ടിരിക്കുന്നു. അമ്മേ, കള്ളം കയറിയതോ? കള്ളം കയറിയത് അല്ലാണ്ട് പിന്നെ ആരാ അത് ചെയ്യുന്നത്? കൊണ്ടുവരും. പോലീസിനെ വിളിക്കണം, പോലീസിനെ വിളിക്കണം. ഹലോ ഗായ്സ്, ഇത് കണ്ടോ? ഞങ്ങൾ ഇവിടെ സ്വർണം വെച്ചിട്ട് പോയതാ. അതും എടുത്തിട്ട് പോയിരിക്കണോ? ആ ചാക്കിനുള്ളിൽ കുറച്ച് ചെയിനൊക്കെ വെച്ചിട്ട് അതും എടുത്തിരിക്കണോ? ഇവിടെയും കുറച്ച് വെച്ചിട്ട് പോകണം ഗായ്സ്. അതെല്ലാം എടുത്തിട്ട് പോയി ഇത് മാത്രം വെച്ചിട്ട് പോയിരിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത്രയും സ്വർണം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോന്ന്? ഉണ്ട്. എന്റെ മോൾക്ക് കല്യാണം ശരിയായിട്ടുണ്ട്. അവൾക്ക് എല്ലാ സ്വർണ്ണവും ഞങ്ങൾ വില കൂടുമ്പോഴേക്കും വാങ്ങി വെച്ചാണ് ഗൈസ്. ഇതുവരെ ഞങ്ങൾ അവിടെ ഇവിടെയും വെച്ച് സൂക്ഷിച്ചു. അയ്യോ അമ്മേ, അബദ്ധം പറ്റിയല്ലോ. അതിപ്പോ കള്ളന്മാര് നമ്മുടെ ബ്ലോഗ് കണ്ടിട്ടായിരിക്കോ?